അതിന് പകരം ഇവരുടെ മക്കളെ ഞാൻ കൊണ്ടുപോകും. അന്ന് ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലെ ഒരു സാധാ കോൺസ്റ്റബിൾ ആയിരുന്നു. സ്വന്തം ഭർത്താവിനെ കാമുകിയെ ഞാൻ കൊന്നു. അന്നത്തെ പിടിപാടിൽ ആ കേസ് ഒതുക്കി തീർത്തു. പക്ഷെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിലും വിഷമത്തിലുമാണ് അന്നങ്ങനെ ചെയ്തു പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് മോളുടെ മുറിയുന്നൊരു കരച്ചിൽ കേട്ടത്. ചെയ്തു നോക്കുമ്പോൾ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. ചെയ്തു പോയാൽ തെറ്റോർത്ത് എനിക്ക് കുറ്റബോധം തോന്നി. ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല. ആ കുഞ്ഞുങ്ങളാ രണ്ടുപേരും നിന്റെ മക്കളെ. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാ ഞാനിവരെ വളർത്തിയത്. എന്നോട് ക്ഷമിക്കും മക്കളെ. മമ്മി, ഇനി അവരെ വിട്ട് നീ പോയ മതിയാവൂ സ്റ്റെല്ല. ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ നിൽക്കാൻ നിനക്ക് അനുവാദമില്ല. ഞാൻ പോകുന്നു. എന്നോട് ക്ഷമിക്കും മക്കളെ. മമ്മി കരയല്ലേ മമ്മി. എന്നും ഞങ്ങൾക്കമ്മ മമ്മി തന്നെയാ. അതെ മമ്മി, പ്രസവിച്ചുകൊണ്ട് മാത്രം ആരും അമ്മയാവില്ല. ഏതോ പ്രായത്തെ പറ്റിയൊരു തെറ്റ്. അന്ന് ഞങ്ങൾ രണ്ടുപേരെയും അവിടെ ഉപേക്ഷിക്കാതെ മമ്മി ചേർത്ത് പിടിച്ച് വളർത്തിയില്ല. എത്രയോ പേര് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നു. അങ്ങനെയുള്ളപ്പോ ഞങ്ങളുടെ മമ്മി മാലാഖിയ.